ടീച്ചറിൽ അത് സംബന്ധിച്ച് ലേഖനം വരുന്നു എന്നുള്ളതാണ്. ഇല്ല, അങ്ങനെ ഒരു ലേഖനവും ഇല്ല. 2012 ഓർഗനൈസർ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് ഇപ്പോൾ പുറത്തിട്ടിട്ട് അത് രാഷ്ട്രീയമായിട്ടുള്ള വലിയ വിവാദമാക്കാനുള്ള വലിയ ഗൂഢാലോചനയാണ് നടന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളായിട്ടുള്ള രാഹുൽ ഗാന്ധിയും കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗമായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയും പാർട്ടി നിലപാടിന് വിരുദ്ധമായി വഖഫ് ബില്ലിൻ്റെ ചർച്ചയിൽ പങ്കെടുക്കാതിരുന്നതിൻ്റെ തലവേദന വി.ഡി. സതീശനും കേരളത്തിലെ കോൺഗ്രസിനും വലിയ തോതിലുണ്ട്. അത് മറച്ചു പിടിക്കാനാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഈ ഒരു ചെപ്പടി വിദ്യയുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതൊരു കാരണവശാലും വിലപ്പോവില്ല. കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം അത്രമാത്രം മണ്ടന്മാരാണെന്നുള്ള ഒരു ധാരണയിലാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. മുനമ്പത്തിൻ്റെ കാര്യത്തിലും ക്രൈസ്തവ സമൂഹം നേരിടുന്ന മറ്റെല്ലാ പ്രശ്നങ്ങളുടെ കാര്യത്തിലും ശരിയായ നിലപാട് സ്വീകരിച്ച് പോയിട്ടുള്ള ഒരേ ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. ഇത്രയും കാലം കോൺഗ്രസ് പറഞ്ഞത് വഖഫ് ഭേദഗതി ബില്ല് പാസ്സായാലും മുനമ്പത്തുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല, ഇതിന് മുൻകാല പ്രാബല്യമില്ല എന്നാണ്. പക്ഷേ ബില്ലിലെ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വഖഫിൻ്റെ അധിനിവേശം ആരുടെ സ്വത്തും എപ്പോൾ വേണമെങ്കിലും വഖഫ് ചെയ്യാമെന്നുള്ള കരിനിയമം സമ്പൂർണ്ണമായിട്ട് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. മുനമ്പത്തുകാർക്ക് അത് പൂർണ്ണമായിട്ട് ബോധ്യമായിട്ടുണ്ട്. ക്രൈസ്തവ സഭകൾക്കെല്ലാം ഈ ശരിയായ നിലപാട് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ വേവലാതിയല്ല കോൺഗ്രസിനും അവരുടെ കൂടെ നിൽക്കുന്നവർക്കും ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം പ്രചരണം. അതിവിടെ വിലപ്പോവില്ല. ജബൽപൂരില് വൈദികരെ ആക്രമിക്കുന്നു, കേരളത്തിൽ വന്നിട്ട് കേക്ക് കൊടുക്കുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ എല്ലാ കാലത്തും ഉള്ളതാണ്. ക്രൈസ്തവ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ നിർണായകമായ ഓരോ സന്ദർഭങ്ങളിലും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ദില്ലിയിൽ ഏതെങ്കിലും ഒരു പള്ളിക്ക് കല്ലെറിയുക, ക്രൈസ്തവ സമൂഹം ശരിയായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരുമ്പോൾ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ എവിടെയെങ്കിലും ഒരു പുൽക്കൂട് തകർക്കുക, ഇതൊക്കെ കേരളത്തിലും ഇന്ത്യയിലും പതിവുള്ള കാര്യമാണ്. സർക്കാരിൻ്റെ നിലപാട് വളരെ കൃത്യമാണ്. വാജ്പേയി സർക്കാരിൻ്റെ കാലത്തായാലും ഇപ്പോൾ മോദി സർക്കാരിൻ്റെ കാലത്തും അത്തരത്തിലുള്ള ഫ്രിഞ്ച് എലിമെൻസിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുണ്ട്. സർക്കാരും പാർട്ടിയും ആരുടെ കൂടെ എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഈ തരത്തിലുള്ള തട്ടിപ്പുകളൊന്നും ഈ രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹം വിശ്വസിക്കാൻ പോകുന്നില്ല. ജബൽപൂരിൽ വൈദികന്റെ മുഖത്തേറ്റ അടി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മുഖത്താണ്, തിരുമുഖത്താണ് അടിയേറ്റതെന്നാണ് ഇന്നലെ പാംപ്ലാനി പിതാവ് പറഞ്ഞത്. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇത് രാഷ്ട്രീയമായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കുറേ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ വരും. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതെല്ലാം ബോധ്യമാവും. ഇപ്പോൾ പാലക്കാട് വലിയ തോതിൽ വിവാദമായില്ലേ? സത്യം എന്താണെന്ന് ക്രൈസ്തവ സമൂഹത്തിന് മനസ്സിലായല്ലോ. പിന്നെ എന്തിനാണ് ഇതിന് നമ്മളിങ്ങനെ ഞങ്ങൾക്ക് എന്തായാലും ഇക്കാര്യത്തിൽ വേവലാതിയില്ല. BJP ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലും മോദി സർക്കാർ രാജ്യത്തെ സർക്കാർ എന്നുള്ള നിലയിലും കൃത്യമായ ധാരണയോടുകൂടിയാണ് മുമ്പോട്ട് പോകുന്നത്. ഒരു തരത്തിലുള്ള വർഗീയ ശിഥിലീകരണ പ്രവണതകളെയും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമില്ല. മുനമ്പത്തിൻ്റെ കാര്യത്തിലും വഖഫിൻ്റെ കാര്യത്തിലും അതാണ് കണ്ടത്. ഇന്നലെ മുനമ്പത്തിന്റെ വിഷയത്തിൽ പാംപ്ലാനി പിതാവ് പറഞ്ഞത് ഒരു രാഷ്ട്രീയ പാർട്ടി പറയുന്നതും വിശ്വാസത്തിൽ എടുക്കണ്ട. അല്ല, അങ്ങനെ ഇത് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. ഇതിലെന്തായിരിക്കുന്നത്? BJP ഇതിനെ രാഷ്ട്രീയ പ്രചരണമായിട്ട് കണക്കാക്കിയിട്ടില്ല. BJP വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടോ തെരഞ്ഞെടുപ്പിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഒന്നുമല്ല. മുനമ്പത്ത് സമരം തുടങ്ങിയപ്പോൾ ഞങ്ങളെ പാർട്ടി പ്രവർത്തകർ അവരുമായിട്ട് സഹകരിച്ചത് സത്യത്തിൻ്റെ കൂടെ നിൽക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അതിപ്പോൾ 1000 തെരഞ്ഞെടുപ്പുകൾ തോറ്റാലും സത്യത്തിൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കാറുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ള രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു സമരമല്ല. അതിൻ്റെ ലോജിക്കൽ കൺക്ലൂഷനിലെത്താൻ ഞങ്ങൾ അന്നേ പറഞ്ഞു, ഒറ്റ മാർഗമേ ഉള്ളൂ ഇതിന് ഭേദഗതി കൊണ്ടുവരിക എന്നുള്ളത്. അത് ഞങ്ങൾ ചെയ്യും. കേരളത്തിലെ സർക്കാർ പറഞ്ഞത് ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് പരിഹാരം കാണുമെന്നാണ്. ഹൈക്കോടതി തന്നെ അത് എടുത്തെറിഞ്ഞ് കളഞ്ഞു. അപ്പോൾ നമുക്കെല്ലാം അറിയാമല്ലോ, ഞങ്ങളൊരു കാര്യം പറഞ്ഞു, അതിന് ലോജിക്കൽ കൺക്ലൂഷനിലെത്തി. ഞങ്ങൾ പറഞ്ഞത് വഖഫിലെ പ്രശ്നത്തിൻ്റെ കാതലായ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായാലേ മുനമ്പത്തെ ഭൂമി പ്രശ്നം പരിഹരിക്കും. ഒരു മുനമ്പത്ത് മാത്രമല്ല, അനേകായിരം സ്ഥലങ്ങളിൽ ഈ പ്രശ്നമുണ്ട്. അവിടെയെല്ലാം അവർക്ക് ആശ്വാസമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളൊരു നിലപാടെടുത്തു. ആ നിലപാട് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തിയിട്ടാണ് ഞങ്ങളെടുത്തത്.
കേന്ദ്രത്തിലെ സർക്കാരിനെയും പാർട്ടി നേതൃത്വത്തെയും ബോധ്യപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ മുനമ്പത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. അല്ലാതെ വി ഡി സതീശനും പാണക്കാട് തങ്ങളും ചെയ്യുന്ന പോലെ ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്, മുനമ്പത്ത് വഖഫ് ഭൂമിയല്ല എന്നൊക്കെ കള്ളം പറയുകയും അവരെ പറ്റിക്കുകയും ഭേദഗതി വന്നപ്പോൾ പാർലമെൻറ്റിൽ ചതിക്കുകയും ചെയ്ത കൂട്ടത്തിലല്ല ഞങ്ങൾ. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ ഞങ്ങൾ പറയുള്ളൂ. മുനമ്പത്തുകാരോട് ഞങ്ങളൊരു വാഗ്ദാനം കൊടുത്തു, ശാശ്വതമായ പരിഹാരം ഞങ്ങൾ ഉണ്ടാക്കും. അത് ഇപ്പോൾ യാഥാർത്ഥ്യമായി. അങ്ങനെയാണ് ഓരോ കാര്യത്തിലും ഞങ്ങളുടെ നിലപാട്. അല്ല, അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ്? LDFിലും UDFിലുമുള്ള വിശ്വാസം അവർക്ക് നഷ്ടമായിരിക്കുന്നു. സഭകളുടെ നേരിട്ടുള്ള പിന്തുണയുണ്ട് എന്ന് പറയുന്ന കേരള കോൺഗ്രസുകളിൽ പോലും അവരുടെ വിശ്വാസം നഷ്ടമായിരിക്കുന്നു. ഇത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞത്. കേരളത്തിൽ മതന്യൂനപക്ഷങ്ങളെ കാണുമ്പോൾ സർക്കാരിന് രണ്ട് തരത്തിലുള്ള സമീപനമാണ്. ഇവിടെ 80-20 വിഷയം വന്നു. വിഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ സംവരണത്തിൻ്റെ കാര്യത്തിൽ 20% മാത്രമാണ് ക്രിസ്ത്യൻ സമൂഹത്തിന് കിട്ടിയത്. അത് പോരാ. 18% വരുന്ന ക്രൈസ്തവർക്ക് ജനസംഖ്യാനുപാതികമായിട്ടുള്ള ശതമാനം ലഭിക്കണം, വിഹിതം ലഭിക്കണം. ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓൺലി ഭാരതീയ ജനതാ പാർട്ടി. അതായത് മറ്റൊരു പാർട്ടിയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ വിഷയത്തിൽ ഞങ്ങളെടുത്ത സമീപനം ശരിയായിരുന്നു. ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങൾക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട്. അവിടെയെല്ലാം LDFും UDFും അവരെ അവഗണിച്ചുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അത് ഞങ്ങളുടെ പ്രശ്നമല്ല, ക്രൈസ്തവ സമൂഹത്തിൻ്റെ കൺസേൺ ആണ്. ഞങ്ങൾ നോക്കിയപ്പോൾ അതാണ് ശരി, അവർ പറയുന്നതാണ് ശരി. രണ്ട് മതന്യൂനപക്ഷങ്ങളെ രണ്ട് രീതിയിൽ കാണുന്നത് ശരിയല്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു സമീപനം വേണം. ഞങ്ങൾ മാത്രമേ ആ സമീപനം എടുത്തുള്ളൂ. കോൺഗ്രസിന് ധൈര്യമില്ല. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ മലപ്പുറം പ്രസ്താവനയുടെ പേരിൽ എന്തൊക്കെ ബഹളമാണ് ഇവർ നടത്തുന്നത്. ഇവിടെ എന്തെല്ലാം ആക്ഷേപങ്ങൾ ക്രൈസ്തവ സമൂഹത്തിനെതിരെ ഉയർന്നു വന്നു. അവരുടെ അവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. അപ്പോഴൊന്നും ആരും പ്രതികരിച്ചില്ലല്ലോ. പാലാ ബിഷപ്പ് ഹൗസിന് നേരെ ആക്രമണം നടന്നപ്പോൾ കത്തോലിക്ക സഭയുടെ പിന്തുണയുണ്ടെന്ന് അവകാശപ്പെടുന്ന കേരള കോൺഗ്രസ്സുകാർ പോലും അവിടെ വന്നില്ല. ഞങ്ങൾ പോയി, ഞങ്ങൾ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല, പാലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്ന് വിചാരിച്ചിട്ടല്ല ഞങ്ങൾ പോയത്. ഞങ്ങൾ മാത്രമേ പോയിട്ടുള്ളൂ. എല്ലാ പ്രശ്നങ്ങളിലും അവരെ ഒറ്റപ്പെടുത്താനും അരികുവൽക്കരിക്കാനുമുള്ള ശ്രമം നടന്നപ്പോൾ എല്ലാ സന്ദർഭങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടി പോയിട്ടുണ്ട്. അത് ഇനിയും ഞങ്ങൾ പോകും. അത് വോട്ട് ബാങ്ക് താല്പര്യത്തിലല്ല. അല്ല, മലപ്പുറത്ത് പല കാര്യങ്ങളിലും പലതരം ഇപ്പം അവിടെ ഒരു തുഞ്ചൻ പറമ്പിൽ ഒരു സ്മാരകം. നിങ്ങൾ ഏത് ലോകത്താണ്? മലയാള ഭാഷയുടെ പിതാവിന് തുഞ്ചത്ത് സ്മാരകം പണിയാൻ പാടില്ല. പ്രതിമ അനിസ്ലാമികമാണ്, ഹറാമാണ്. നിങ്ങളൊക്കെ അതിനെ പിന്തുണയ്ക്കല്ലേ LDFും UDFും? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ എന്താ തെറ്റുള്ളത്? അത് വളരെ യാഥാർത്ഥ്യമാണ്. കാരണം ഡെമോഗ്രഫി ഒരു പ്രത്യേക രീതിയിൽ വളർന്നു വരുമ്പോൾ അവിടെ ജനാധിപത്യം ഒന്നും ഉണ്ടാവില്ല, മതേതരത്വം ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ. ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ കേരളത്തിൽ ജനാധിപത്യവും മതേതരത്വവും ഒന്നും പുലരാൻ പോകുന്നില്ല. അതിനെതിരെയുള്ള ജാഗ്രത ആര് പറഞ്ഞാലും അതിനെ അപ്പം തന്നെ ആക്ഷേപിക്കുകയാണ്. അതിന് വലിയ ആക്ഷേപിക്കേണ്ട ഒരു കാര്യവുമില്ല. 100%. അത് രണ്ടഭിപ്രായം പറയുന്നവരിക്കട്ടെ. അത് ഞങ്ങൾ 9-ാം തീയതി ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വരുന്നുണ്ട്. അറിയാലോ, മുനമ്പത്തിൻ്റെ ഈ ബില്ല് പാർലമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് പാസ്സാക്കിയെടുത്ത കിരൺ റിജിജു 9-ാം തീയതി മുനമ്പത്തുകാർ അദ്ദേഹത്തിന് അഭിനന്ദൻ സഭ എന്ന് പറഞ്ഞിട്ട് ഒരു സ്വീകരണം വെച്ചിരിക്കാം. അവിടെ എല്ലാം വ്യക്തമാവും. അവിടെ ഒരു കള്ളത്തരവും നിങ്ങളെ ഇവിടെ നടക്കില്ല. സാറേ, ആ 40 വകുപ്പ് തന്നെ പോയി. ആർട്ടിക്കിൾ 40 അത് ആ വകുപ്പ് തന്നെ എടുത്തു കളഞ്ഞു. ഇനി കോടതി പോവാം, ലിറ്റിഗേഷൻ പോവാം. ഇപ്പം നിങ്ങൾ ട്രിബ്യൂണലിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതായത് വഖഫ് ബോർഡിലെ മുല്ലാക്കന്മാർ തീരുമാനിക്കുന്ന ട്രിബ്യൂണലാണ്. അവിടുത്തെ ജഡ്ജിമാർ, അവിടുത്തെ വക്കീലുമാർ. എന്നിട്ട് അതിൻ്റെ പിന്നിൽ അടിമകളെ പോലെ സ്ഥലം നഷ്ടപ്പെട്ടവർ പോകണം. അതായിരുന്നു നിങ്ങളുടെ നിയമം, കോൺഗ്രസിൻ്റെ നിയമം. അതൊക്കെ മാറി. ഒരു സംശയവും വേണ്ട. ഞങ്ങൾ അവരുടെ റവന്യൂ അവകാശം, നികുതി അടച്ച് അവർക്ക് സാധാരണ പൗരന്മാരെ പോലെ കഴിയാനുള്ള അവകാശം സംരക്ഷിക്കപ്പെടുന്നത് വരെ ഉണ്ടാവും. അല്ലാതെ ബില്ല് പാസ്സാക്കിയിട്ട് പോവില്ല. ഒരു പ്രശ്നവും വരില്ല. വഖഫ് മുനമ്പത്തുകാർക്ക് മാത്രമല്ല, ഇപ്പോൾ വഖഫ് അനധികൃതമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ഭൂമിയിലും നിങ്ങൾക്ക് ഇനി കൈവയ്ക്കാൻ പറ്റില്ല. അത് ഉറപ്പാണ്, അതിലൊരു സംശയമില്ല. അതിനാണല്ലോ ഞങ്ങൾ അതിന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ബില്ല് പാസ്സായി, ഇനി രാഷ്ട്രപതി ഒപ്പിടണം, ഇനി അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ കലക്ടർമാരെ ഏൽപ്പിക്കണം. ഇതെന്തായത് ഒരു ദിവസം കൊണ്ട് പഴം പുഴുകുന്ന പോലെ അല്ലല്ലോ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രചരണവും ക്രൈസ്തവ സമൂഹത്തിന് മുമ്പിൽ ഏൽക്കില്ല. നിങ്ങൾ എന്തുദ്ദേശിച്ചാണോ ഈ പ്രചരണം നടത്തുന്നത് അത് നിങ്ങൾക്ക് തിരിച്ചടിയായി മാറും. അല്ല, അതിപ്പോൾ അതൊരു പ്രീമച്യൂർ ക്വസ്റ്റ്യനാണ്. കാരണം ആയിട്ടില്ല. ക്രൈസ്തവ സഭ പാർട്ടി രൂപീകരിക്കുകയോ
എന്താണ് അതിൻ്റെ സ്ഥിതി അതൊക്കെ വരുമ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോഴേ പറയണ്ട. ആ നിലപാടിനെ സ്വാഗതം ചെയ്യും. അല്ല, ആ നിലപാട് കറക്റ്റ് അല്ലേ? LDF-ലും UDF-ലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ പുതിയൊരു പാർട്ടി വേണമെന്നുള്ള തോന്നലുണ്ടാവുന്നത്. അപ്പോൾ പിന്നെ ആരാണ് സ്വാഗതം ചെയ്യാതിരിക്കുക? ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ കൃത്യമാണല്ലോ. അല്ല, അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. കാരണം ഇത് ഗുണമോ ദോഷമൊന്നും ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ LDF-ലും UDF-ലും ഉള്ള വിശ്വാസം അവർക്ക് നഷ്ടമായി എന്ന് അവരുടെ ആചാര്യന്മാർ തന്നെ തുറന്ന് സമ്മതിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതൊക്കെ അതിന് മുമ്പേ വന്നതാണെന്ന്. കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് വേട്ടയാടുകയാണ്. നിങ്ങളൊരു കാര്യം പറയട്ടെ, ഈ ഗോകുലം ഗോപാലനും ആന്റണി പെരുമ്പാവൂരിനും പൃഥ്വിരാജിനും ഒക്കെ 3-4 വർഷമായിട്ട് ആദായ നികുതിയുടെ പരിശോധനയിലാണ് അവർ, റഡാറിലാണ്. അപ്പോൾ ആ പരിശോധനകൾ നടന്നു. ഇതിപ്പോൾ എമ്പുരാൻ സിനിമ ഇറങ്ങിയോണ്ടൊന്നും അല്ല ഇത്, അല്ലെങ്കിൽ ഇത് പരിശോധിക്കും. അത് എന്തിനാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്? എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കാം. അല്ലല്ലല്ല, സജീവമായത് നിങ്ങളിപ്പോൾ നിങ്ങളെ ചാനൽ ഉടമയും നിങ്ങൾ സഹായിക്കുന്നവരൊക്കെ അവരുടെ പ്രശ്നമൊന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല എന്നല്ല. ഞാൻ നിങ്ങൾക്ക് ഇതിനു മുമ്പ് നടന്ന എല്ലാ ആദായ നികുതി പരിശോധനയുടെയും വിശദാംശങ്ങൾ ലഭ്യമാക്കി തരാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2019 മുതൽ ആരംഭിച്ച നടപടികളാണിതെല്ലാം. ഇപ്പോൾ 25 അപ്പോൾ ഇത് ഒരു ദിവസം നോട്ടീസ് വരുമ്പോഴേക്കും എല്ലാം എമ്പുരാനാണെന്ന് പറയുന്നത്. എമ്പുരാനി ഓരോ ഓർഡർ ഇല്ല. നിങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ നോട്ടീസ് എന്നാ വന്നത്? നിങ്ങളൊന്ന് പോയി പരിശോധിക്കും. ചിലർക്ക് വന്ന നോട്ടീസ് എമ്പുരാൻ പടം ഇറങ്ങുന്നതിന് മുമ്പാണ്, ഈ വിവാദമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പാണ്. അതെ, ഞാൻ പറഞ്ഞല്ലോ, ഇതിൽപ്പെട്ട ചിലർക്ക് വന്ന നോട്ടീസ് ഈ എമ്പുരാൻ വിവാദം ഉണ്ടാവുന്നതിന്റെ എത്രയോ ദിവസം മുമ്പാണ്. ഒരു വസ്തുത അറിയാതെ നിങ്ങളിങ്ങനെ വീണ്ടും എന്നെ കൊണ്ട് ഞാൻ പ്രസിഡന്റ് പദവിയിൽ ഇരുന്നുകൊണ്ട് നിങ്ങളെ കുറെ വിളിച്ചു, ഇനി എന്നെ കൊണ്ട് വീണ്ടും വിളിപ്പിക്കണം. ഇല്ലാത്ത കഥകൾ നിങ്ങൾ അല്ല, അതൊക്കെ ഓടുന്നു. അതിലിപ്പോ എന്ത്, ഞങ്ങളിപ്പോ ഓടണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, അത് ഞാൻ ഇത്രയും നേരം എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ ഓർഗനൈസർ 2012 പക്ഷേ ഇന്നലെ ഏപ്രിൽ 4-ാം തീയതിയാണല്ലോ ഈ ഒരു രണ്ടാമത്തെ, അതായത് ജസ്വിഡ് മിഷനറിനെ പറ്റി ഒരു ആർട്ടിക്കിൾ. ഇല്ല, ഇത് 2012 ഇറങ്ങിയ ഒരു ലേഖനമാണ്. അതിപ്പോ എടുത്ത് കുത്തിപ്പൊക്കാന്ന് പറഞ്ഞില്ലേ? അത് നിങ്ങളെ ഏത് ഓൺലൈൻ വെച്ചിട്ടാണ് സഹോദരി നിങ്ങൾ ഇതല്ലേ? ഇല്ല, അതൊക്കെ 2012 സാധനം കുത്തിപ്പൊക്കിയിട്ട് ഇപ്പൊ ഓർഗനൈസറിന്റെ വെബ്സൈറ്റ്, ഞങ്ങളെ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് ഞങ്ങൾക്ക് കണ്ടറിയില്ലേ? നിങ്ങൾ കൊണ്ട് കാണിക്കുന്നതാണ്.